നമസ്കാരം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തെ പിണറായി വിജയൻ്റെ ഭരണകാലയളവ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അഭൂതപൂർവമായിട്ടുള്ള ഉയർച്ച താഴ്ചകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ആദ്യ ഭരണകാലയളവിൽ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ആരോപണങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടും പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആക്രമണങ്ങളെ അതിവിദഗ്ധമായിട്ട് പ്രതിരോധിച്ച് രണ്ടാമതും തുടർഭരണം നേടി തിരിച്ചെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. തുടർന്ന് വലിയ ജനപിന്തുണയോടുകൂടി തുടർഭരണം നേടിയ അദ്ദേഹം ശക്തമായ കേന്ദ്രീകൃത ഭരണാധികാരത്തോടെയാണ് സംസ്ഥാനം ഭരിച്ചതെന്ന് രാഷ്ട്രീയ നിരൂപകർ പോലും വിലയിരുത്തുകയാണ്. ഈ ഭരണശൈലി പാർട്ടിക്കുള്ളിലും ഭരണതലത്തിലും തനിക്ക് വിയോജിപ്പുള്ളവരെ പൂർണ്ണമായിട്ടും അടിച്ചമർത്തുന്നതിനും താല്പര്യമുള്ളവരെ സുപ്രധാന പദവികളിൽ അവരോധിക്കുന്നതിനുമുള്ള സ്വേച്ഛാധിപത്യപരമായ നീക്കങ്ങളിലേക്ക് വഴിമാറിയെന്ന ആക്ഷേപവും ശക്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം സംഘടിപ്പിക്കപ്പെട്ട ആഗോള അയ്യപ്പ സംഗമത്തോടെയാണ് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഭരണപരമായിട്ടുള്ള മേധാവിത്വത്തിനും രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്കും മങ്ങലേറ്റ് തുടങ്ങിയത്. ഈ പരിപാടിയുടെ തുടർച്ചയായാണ് സർക്കാരിൻ്റെ മറഞ്ഞിരുന്ന അഴിമതി മുഖങ്ങളൊക്കെ തന്നെ ഓരോന്നായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടാനായിട്ട് തുടങ്ങിയതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ തന്നെ വിലയിരുത്തൽ. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും വരവ് ചെലവ് കണക്കുകളെയും കുറിച്ചുള്ള അന്വേഷണങ്ങളുടെയൊക്കെ തന്നെ ചുവട് പിടിച്ചാണ് കേരളത്തെ ഉലച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. സംസ്ഥാന ഭരണകൂടത്തെയും പാർട്ടി നേതൃത്വത്തെയും ഒരേപോലെ പ്രതിരോധത്തിലാക്കിയ ഈ വൻ സാമ്പത്തിക ക്രമക്കേടിന് പിന്നിലെ CPMൻ്റെ സുപ്രധാന നേതാക്കൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ അന്വേഷണ ഏജൻസികളുടെ വലയിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായവരിൽ ഏറ്റവും പ്രമുഖൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്നുള്ള മുൻ CPM MLAയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന പത്മകുമാറായിരുന്നു. ഭരണകക്ഷിയിലെ ഇത്രയും ഉന്നതനായ ഒരു നേതാവ് സ്വർണ്ണമോഷണ കേസിൽ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിക്കും കനത്ത തിരിച്ചടിയായിട്ട് മാറിയെങ്കിലും അദ്ദേഹത്തിനെതിരെ അടിയന്തരമായിട്ട് പാർട്ടി അച്ചടക്ക നടപടിയെടുക്കാനോ പുറത്താക്കാനോ CPM നേതൃത്വം അന്ന് തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഭരണ തുടർച്ച നഷ്ടപ്പെടുകയും പാർട്ടി കനത്ത പരാജയം നേരിടുകയും ചെയ്ത ഈ സവിശേഷ രാഷ്ട്രീയ സാഹചര്യത്തിൽ പത്മകുമാറിൻ്റെ അറസ്റ്റോടെ തുടങ്ങിയ പ്രതിസന്ധികളൊക്കെ തന്നെ ഭരണം നഷ്ടപ്പെട്ട പിണറായി വിജയന് മേൽ രാഷ്ട്രീയ തിരിച്ചടികളായിട്ട് തുടരുകയാണ്. ഈ ഒരു രാഷ്ട്രീയ പതനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ T. വീണയെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച നടപടി തീർച്ചയായിട്ടും മുൻ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ ഈ നീക്കങ്ങൾക്കിടയിലാണ് CPM കേന്ദ്രങ്ങളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ 8ാം പ്രതിയായ പത്മകുമാർ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെയും ഭരണകാലത്തെയും രഹസ്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തുന്ന ആത്മകഥ രചിക്കാനായിട്ട് ഒരുങ്ങുന്നുവെന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. താൻ മുൻപ് ദൈവതുല്യരായിട്ട് ആദരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഉന്നത നേതാക്കളുടെ യഥാർത്ഥ മുഖം ശരിയായിരുന്നില്ലെന്ന് നേരത്തെ തന്നെ തുറന്നടിച്ച പത്മകുമാർ ഈ പുസ്തകത്തിലൂടെ തൻ്റെ നിരപരാധിത്വം പൊതുസമൂഹത്തിന് മുന്നിൽ പൂർണ്ണമായിട്ട് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ സാമ്പത്തിക ഇടപാടുകളുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നും കേസിലെ മറ്റൊരു പ്രധാന വ്യക്തിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത സൗഹൃദമില്ലെന്നും വ്യക്തമാക്കിയിട്ടും പ്രത്യേക അന്വേഷണ സംഘം തനിക്കെതിരെ ഗൂഢാലോചന നടത്തി 8ാം പ്രതിയാക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇതിനെല്ലാം വ്യക്തമായ രേഖകൾ തൻ്റെ പക്കലുണ്ടെന്ന് അവകാശപ്പെടുന്ന പത്മകുമാർ നീണ്ട 90 ദിവസത്തെ കഠിനമായ ജയിൽവാസത്തിന് ശേഷം കഴിഞ്ഞ മാർച്ച് 4-നാണ് ജാമ്യം നേടി പുറത്തിറങ്ങിയത്. ജയിൽ മോചിതനായ ശേഷം പത്മകുമാർ സ്വീകരിച്ച ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ തീരുമാനം CPMൻ്റെ പാർട്ടി അംഗത്വ പുതുക്കലിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടുനിൽക്കുക എന്നതായിരുന്നു. തനിക്കിനി പാർട്ടിയുമായി യാതൊരുവിധ ബന്ധമോ അംഗത്വമോ ആവശ്യമില്ലെന്ന് തൻ്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങളോട് വ്യക്തമാക്കിയ പത്മകുമാർ കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന CPM അംഗത്വ പുനഃപരിശോധനയ്ക്കുള്ള നിശ്ചിത അപേക്ഷ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ സമർപ്പിക്കാനായിട്ട് തയ്യാറായില്ല. നിയമപരമായിട്ട് പാർട്ടി ഘടനയ്ക്കുള്ളിൽ നിൽക്കേണ്ട അവസാന അവസരവും ബോധപൂർവം ഉപേക്ഷിച്ചതോടെ പത്മകുമാർ ഇപ്പോൾ സാങ്കേതികമായിട്ട് പാർട്ടിയുടെ ഔദ്യോഗിക വലയത്തിന് പൂർണ്ണമായും പുറത്തായിരിക്കുകയാണ്. ഒരു വ്യക്തി സ്വയം പാർട്ടിയിൽ നിന്ന് അകന്നുപോയ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഇനി സംഘടനാപരമായിട്ടുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനായിട്ട് CPM നേതൃത്വത്തിന് കഴിയില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. മുൻപ് വൻ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ച സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിൻ്റെ ആത്മകഥ കേരളത്തിൽ വിപണി കീഴടക്കിയതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെയും പാർട്ടിയിലെ അന്തർനാടകങ്ങളുടെയും ഒക്കെ തന്നെ അണിയറ രഹസ്യങ്ങളൊക്കെ തന്നെ അടങ്ങിയ പത്മകുമാറിൻ്റെ വരാനിരിക്കുന്ന പുസ്തകവും വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തുമെന്നത് ഉറപ്പാണ്. പത്മകുമാർ പാർട്ടി വിട്ടതുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യമായ വിവരങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ മാധ്യമപ്രവർത്തകർ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനെ ബന്ധപ്പെട്ട് സ്ഥിരീകരണത്തിന് ശ്രമിച്ചെങ്കിലും അവർ വാർത്ത നിഷേധിക്കാനോ അല്ലെങ്കിൽ വാർത്ത ശരിവെക്കാനോ തയ്യാറായിരുന്നില്ല. എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നും മെമ്പർഷിപ്പ് പുതുക്കിയ നേതാക്കളുടെയും അതോടൊപ്പം തന്നെ അണികളുടെയും ഒക്കെ തന്നെ അന്തിമ പട്ടിക CPM സംസ്ഥാന കേന്ദ്രമായിട്ടുള്ള AKG സെൻറ്ററിൽ എത്തിയപ്പോൾ അതിൽ പത്മകുമാറിൻ്റെ പേര് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇത് പാർട്ടി വിടാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ അടിവരയിടുന്നതാണ്. 2018 വിവാദപരമായിട്ടുള്ള ശബരിമല യുവതീ പ്രവേശന കാലയളവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ മറികടന്ന്
പോലീസ് സംരക്ഷണത്തിലും വേഷം മാറ്റിയും വനിതാ ആക്ടിവിസ്റ്റുകളെ ക്ഷേത്ര ദർശനത്തിന് എത്തിക്കാനായിട്ട് പിണറായി സർക്കാർ നടത്തിയ ശ്രമങ്ങൾ വലിയ തോതിലുള്ള ജനരോഷത്തിന് കാരണമായിരുന്നു. അന്ന് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച പല ഉദ്യോഗസ്ഥരും പിന്നീട് ക്ഷേത്ര നടയിൽ വന്ന് ഖേദം പ്രകടിപ്പിച്ചതും ബിന്ദു അമ്മിണി, കനകദുർഗ തുടങ്ങിയ ആക്ടിവിസ്റ്റുകൾ പിൽക്കാലത്തെ പാർട്ടിയുടെയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയോ യാതൊരുവിധ സംരക്ഷണവുമില്ലാതെ സമൂഹത്തിൽ പൂർണ്ണ ഒറ്റപ്പെടൽ അനുഭവിച്ചതുമൊക്കെ തന്നെ ഈ വിവാദങ്ങളുടെ മറ്റൊരു വശമാണ്. സുപ്രീം കോടതി വിധി വന്ന സമയത്ത് യുവതി പ്രവേശനത്തെ ശക്തമായിട്ട് പാലിച്ചതോടെയാണ് പണ്ടേകാലം തൊട്ട് പിണറായി പക്ഷത്തെ വിശ്വസ്തനായിട്ട് നിലകൊണ്ടിരുന്ന പത്മകുമാറും പിണറായി വിജയനും തമ്മിൽ കടുത്ത ഭിന്നതയിലാകുന്നത്. പാർട്ടിക്കുള്ളിൽ തന്റെ വിയോജിപ്പുകളൊക്കെ തന്നെ നിരന്തരം പ്രകടിപ്പിച്ചിരുന്ന പത്മകുമാർ മുൻപ് പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിനെതിരെ ഫേസ്ബുക്കിലൂടെ പരസ്യമായിട്ട് രംഗത്ത് വരികയും തുടർന്ന് പാർട്ടി നിർദ്ദേശപ്രകാരം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അനുനയിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹം BJPയിലേക്ക് ചേക്കേറുന്നു എന്ന തരത്തിലുള്ള ശക്തമായ രാഷ്ട്രീയ പ്രചരണങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയും പല BJP നേതാക്കളും അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്തെങ്കിലും താൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വിട്ട് ഒരിക്കലും BJPയിലേക്ക് പോകില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നിരുന്നാലും മന്ത്രിയുമായുള്ള പരസ്യ തർക്കങ്ങളുടെയൊക്കെ തന്നെ പേരിൽ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി വെറുമൊരു ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് നിലനിർത്തിയിരുന്ന സാഹചര്യത്തിലാണ് ശബരിമല കേസിലെ ഗൂഢാലോചനയുടെ ഭാഗമായി അദ്ദേഹം ജയിലിലാകുന്നത്. സ്വർണ്ണ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫയലിലും തൻ്റെ ഒപ്പോ കയ്യക്ഷരമോ ഇല്ലെന്നിരിക്കെ തന്നെ തകർക്കാൻ പാർട്ടിയിലെ ചിലർ അജണ്ട നിശ്ചയിച്ച് പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് പത്മകുമാർ ഉറച്ചു വിശ്വസിക്കുന്നു. സംസ്ഥാന ഭരണം പോലും നഷ്ടപ്പെടാൻ കാരണമായ ഇത്രയും വലിയൊരു കേസിൽ പത്മകുമാറിനെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് തെറ്റ് ബോധ്യപ്പെട്ടാലേ നടപടിയെടുക്കൂ എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അന്ന് മറുപടി നൽകിയത്. നിലവിൽ ഭരണം നഷ്ടപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് മാറേണ്ടി വരികയും സ്വന്തം അണികളിൽ നിന്ന് തന്നെ കടുത്ത വിമർശനങ്ങൾ നേരിടുകയും ചെയ്യുന്ന പിണറായി വിജയന് മുൻ വിശ്വസ്തനായിട്ടുള്ള പത്മകുമാറിൻ്റെ പുസ്തകത്തിലൂടെ പുറത്തുവരാൻ പോകുന്ന സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ വിവരങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ കനത്ത രാഷ്ട്രീയ ആഘാതമായിട്ട് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല.